എടാ, ഈ ഗുജറാത്ത് കലാപം തുടങ്ങി വെച്ചത് ഗോദ്രയിലെ തീവണ്ടി വിപത്തിലൂടെയാണെന്ന് ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കാൻ ഒരു മലയാള സിനിമ തന്നെ വേണ്ടി വന്നില്ലേ? മലയാളികളുടെ ഒരു പവറേ. ശരിക്കും കിട്ടേണ്ടത് കിട്ടിയപ്പം പുള്ളിയല്ലേ. ആ കുടുംബത്തിൻ്റെ തേർവാഴ്ചയെക്കുറിച്ച് 2 സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട്. രാജപുത്രനും രാജപുത്രിയും സമാശ്രയിക്കുന്നിടത്ത് ഇവിടെ ജനാധിപത്യം ചോദ്യം ചെയ്യുകയാണ്. അവർക്കിപ്പുറം ഒരു ലോകമോ, അവരാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് മീതെ മറ്റൊരാൾ ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നില്ല. എന്നിട്ടേ കൊട്ട് ചെണ്ടയ്ക്കും അഭിനന്ദനം മാരാർക്കും. അതിന് നമ്മുടെ പുത്രൻ ജയിച്ചിട്ടുണ്ട്, മറ്റുള്ളവരും കൂടെ ഓടിയെത്തണ്ടേ? സിനിമയിലൊക്കെ ഇതൊക്കെ നടക്കുള്ളൂ, അതെങ്കിലും നടക്കുന്നുണ്ടല്ലോ. നീ ഇപ്പോഴും കാലം പിറകിലോട്ട് പോകുന്നില്ല. ജിതിൻ രാംദാസ് എന്ന ഒറ്റ വ്യക്തിയിൽ ഒതുങ്ങുന്നതല്ല ഇതൊക്കെ. ആ കഥാപാത്രം ഒരു മുടിയനായ പുത്രൻ ദില്ലി നിരത്തുകളിൽ ആർത്തുല്ലസിച്ച് ക്യാബിനറ്റ് പദവികൾ ഇല്ലാഞ്ഞിട്ടും അധികാരം കൈയാളിയ, ഇന്ത്യൻ ജനതയോടൊന്നല്ല സ്വന്തം രക്തത്തോട് പോലും സഹതപിക്കാത്ത, ഇന്ത്യൻ പൊളിറ്റിക്സിൽ തന്നെ ആദ്യ വിഷപ്പാമ്പായി കണ്ടിരുന്നൊരു വ്യക്തി.